हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ്ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 19-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ഇഹൈവ തൈർജിതഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. മലയാളം: മനസ്സൊതുക്കി നിൽക്കുന്നോൻ ജന്മബന്ധം വെടിഞ്ഞിടും, ഒതുക്കം ദോഷനിർമുക്ത ബ്രഹ്മത്തിൽ സ്ഥാനമാണുകൾ. യേഷാം മനഃ സാമ്യേ സ്ഥിതം, ആരുടെ മനസ്സാണോ സമാവസ്ഥയിൽ ഉറച്ചിരിക്കുന്നത്, തൈഹി ഇഹ ഏവ സർഗഃ ജിതഃ, അവരാൽ ആ സമചിത്തത കൈവന്നിട്ടുള്ള ആത്മജ്ഞാനികൾക്ക് ഈ ജന്മത്തിൽ തന്നെ അവരുടെ സംസാരമാകുന്ന സാഗരം ജയിക്കപ്പെട്ടു കഴിഞ്ഞു. ബ്രഹ്മനിർദോഷം സമം ഹി തസ്മാത് തേ ബ്രഹ്മണി സ്ഥിതാഃ, ബ്രഹ്മം ദോഷരഹിതമായും സമവുമാണല്ലോ. തസ്മാത്, അതുകൊണ്ട്, തേ അവർ ബ്രഹ്മണി സ്ഥിതാഃ, ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആത്മജ്ഞാനികൾ ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആത്മജ്ഞാനിയുടെ ഒരു ജീവിത രീതിയെ പറ്റിയിട്ട് ഭഗവാൻ വീണ്ടും 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 ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് അർജുനനെ. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, അതായത് തൃപ്തിയാവുന്നില്ല, ഭഗവാന് തന്നെ തൃപ്തിയാവുന്നില്ല. അത്രയ്ക്കും വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, അർജുനന് ഇനി അതിൽ യാതൊരു സംശയം പോലും നിലനിൽക്കാനും പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആത്മജ്ഞാനികളുടെ ഒരു ജീവിത രീതിയെപ്പറ്റി പറയുമ്പോൾ, നമ്മൾക്ക് മരണശേഷം ചില മതങ്ങളൊക്കെ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുന്നു അല്ലേ. പാപം ചെയ്ത നരകത്തിലും പുണ്യം ചെയ്തവർ സ്വർഗത്തിലും പോകുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഈ ജ്ഞാനികളാവട്ടെ, ഇവരിതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം മരണാനന്തരമുള്ള ഒരവസ്ഥയല്ല ശരിക്കും നമുക്ക് വേണ്ടത്. ഈ വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഈ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് ആത്മജ്ഞാനിയായി മാറാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആരുടെ മനസ്സാണോ സാമ്യാവസ്ഥയിൽ ഉറച്ചിരിക്കുന്നത്, യേഷാം സാമ്യേ സ്ഥിതം മനഃ, അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംസാരത്തിന് അധീനനാണ്. ഈ ചിന്തകളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ചിന്തകളുടെ ഒരു പ്രവാഹം തന്നെയാണ് മനസ്സ്. അപ്പം ചിന്തകളൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് എന്ന് പറയുന്ന സംഭവമില്ല. ഈ പരമാത്മാവ് മനസ്സ് എന്നുള്ള ഉപാധിയിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാണ്, പ്രതിബിംബിക്കുകയാണ്. അപ്പം ജീവാത്മാവായിട്ട് അത് പ്രതിഭാസിക്കുകയും ചെയ്യും. മനസ്സില്ലാണ്ടാകുമ്പോൾ പിന്നെ ജീവഭാവമില്ല, എല്ലാം അപ്രത്യക്ഷമാവുന്നു. അപ്പോൾ സംസാരം അസ്തമിക്കുമ്പോൾ, സംസാരത്തിൽ ജീവഭാവം അസ്തമിക്കുമ്പോൾ സംസാരവും അപ്രത്യക്ഷമാകുന്നു. സംസാരം എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതല്ല. അപ്പോൾ നിർവികൽപ്പനായിട്ടുള്ള ഒരു യോഗി ഈ സംസാരധർമ്മങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ ജഗത്തിൻ്റെയും ആധാരം ബ്രഹ്മമാണെങ്കിലും ഈ ജഗത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇതൊന്നും ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല. സമുദ്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ നിന്ന് തിരമാലകൾ ഉണ്ടാവുന്നു, നശിക്കുകയും ചെയ്യുന്നു. തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിച്ച് വരുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ വെള്ളത്തിന്, സമുദ്രത്തിലെ ജലത്തിന് അതൊന്നും ഏശുന്നേ ഇല്ല, ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. വൃദ്ധിയും ക്ഷയവും ഒന്നും സംഭവിക്കുന്നില്ല. ഒരു വ്യത്യാസമില്ലാതെ തന്നെയാണ് സമുദ്രം നിലകൊള്ളുന്നത്. അതിൽ വരുന്നു തിരകൾ, വരുന്നു തിരകൾ, പോകുന്നു എന്ന് മാത്രം. അപ്പം നമ്മൾ ഈ ദേഹത്തിൻ്റെ ഒരു അഭിമാനം കൊണ്ട് ഞാൻ തന്നെയാണ്, ശരീരം ആണ് ഞാനാണ്, എൻ്റെ ദേഹം എൻ്റേത് എന്നുള്ള, ഞാൻ എൻ്റെ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ജീവനെ ഈ ധർമ്മങ്ങളെല്ലാം, സംസാരത്തിലുള്ള എല്ലാ ധർമ്മങ്ങളും ബാധിക്കും.
പക്ഷെ ആത്മാവിനെ അതൊന്നും ബാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ഭൗതിക ലോകത്തിൽ തിരിച്ച് ഒരു ജനനം ഉണ്ടാവുന്നില്ല. മാത്രമല്ല മരണശേഷം മുക്തി നേടുകയും ചെയ്യാം. അപ്പം രാഗങ്ങളില്ല, ദ്വേഷങ്ങളില്ല, ഒന്നുമില്ല. ഭഗവാൻ തന്നെ അങ്ങനെയാണ്, ദോഷരഹിതനാണ്. അപ്പോൾ ഈ ആത്മജ്ഞാനിയും ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരും ഭഗവാന് ഈക്വലായി, ഭഗവാന്റെ അതേപോലെ തന്നെ മുക്തി പ്രാപിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഈ ശ്ലോകത്തിൽ പറയുന്നത്, ചുരുക്കി പറയുന്നത്, ആരുടെ മനസ്സാണോ സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നത് അവർ ജനനത്തെയും മരണത്തെയും ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദത്തിന് അർഹരും ആണ്. ഇനി അടുത്ത ശ്ലോകം 20ാമത്തെ ശ്ലോകത്തിൽ ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ ന ഉദ്വിജേത് പ്രാപ്യ ച അപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. മലയാളം. ഇഷ്ടത്തിൽ തുഷ്ടനല്ലൊട്ടും അനിഷ്ടം ദിഷ്ടനാക്കിട മോഹം വിട്ട സ്ഥിരം ബുദ്ധി ബ്രഹ്മജ്ഞൻ ബ്രഹ്മമാർന്നിടും. സ്ഥിരബുദ്ധി അസമൂഢ ബ്രഹ്മണി സ്ഥിത ബ്രഹ്മവിദ് പ്രിയം പ്രാപ്യ ന പ്രഹൃഷ്യേത്. സ്ഥിരബുദ്ധി നേടിയിട്ടുള്ള ഒരാൾ അസമ്മൂഢൻ, അങ്ങനെയുള്ള ഒരാൾ ബ്രഹ്മനിഷ്ഠനാണ്. അപ്പോൾ ആ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ബ്രഹ്മജ്ഞാനി ബ്രഹ്മവിദ് പ്രിയം പ്രാപ്യ ഇഷ്ടവസ്തുക്കളുടെ ലാഭത്തിൽ ന പ്രഹൃഷ്യേത് സന്തോഷിക്കുന്നില്ല. അപ്രിയം പ്രാപ്യ അനിഷ്ടം വന്നു കഴിഞ്ഞാലും, അനിഷ്ടം ആണ് വരുന്നതെങ്കിലും ന ഉദ്വിജേത് ച സങ്കടപ്പെടുന്നുമില്ല. ഇത് തന്നെ ഒന്നും കൂടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ബ്രഹ്മപദത്തിൽ എത്തിയ ഒരാൾക്ക് അമിതമായ സന്തോഷമോ അമിതമായ സങ്കടമോ ഒരു കാര്യത്തിലും ഉണ്ടാവുന്നില്ല. അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക തന്നെയാണ് ഈ പദ്യങ്ങളിലെല്ലാം തന്നെ ചെയ്യുന്നത്. കാരണം ഈ ബ്രഹ്മജ്ഞാനം നേടിയ ആൾക്കാർ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം കീഴടക്കി കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരതെല്ലാം ഒരു മായക്കാഴ്ചയായിട്ട്, അതായത് ഒരു അതവിടെ നടന്നോട്ടെ എന്നെ ബാധിക്കില്ല എന്നുള്ള മാതിരിയാണ് അതിനെ പറ്റിയിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിലെന്ത് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചാലും ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള പരമമായിട്ടുള്ള ഒരു സത്ത്, അല്ലെങ്കിൽ ഒരു പരമമായ സത്തും സാക്ഷാൽ ഭഗവാനാണ് എന്ന് ചിന്തിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു ലൗകികൻ്റെ കൂടെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്, പക്ഷേ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. ഈ സംസാരത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്, പ്രകൃതി കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, രാഗം, ദ്വേഷം, എല്ലാം, സുഖം, ദുഃഖം എല്ലാം ഉണ്ടാകുന്നത്. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് ഒരു ജ്ഞാനി അതെല്ലാം നോക്കിക്കാണുന്നത്. ഒരു സൃഷ്ടി വന്നു, അതായത് ഒരു എക്സാമ്പിൾ, ഒരു കുട്ടി ജനിച്ചു, അതൊരു സൃഷ്ടിയാണ്. ആ കുട്ടി വളരുന്നു, അത് സ്ഥിതിയാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെ എപ്പോഴായാലും ആ ആൾ മരിക്കുന്നു, അല്ലെങ്കിൽ സംഹാരം. അപ്പോൾ സൃഷ്ടി വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. സ്ഥിതി, കുട്ടിയുടെ വളർച്ചയിലും വളരെയധികം സന്തോഷം തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഹാരമായി, അതായത് അപ്പം നമ്മൾക്ക് സങ്കടമായി. ഒരേ സാധനം തന്നെ സങ്കടം വരുത്തുന്നു, സന്തോഷവും വരുത്തുന്നു നമുക്ക്. ഇത് മനുഷ്യൻ്റെ കാര്യത്തിലല്ല, എല്ലാ സാധനങ്ങളിലും അങ്ങനെ തന്നെയാണ്, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. ഇപ്പോൾ ഒരു സ്വർണം കോയിനുണ്ട്, അതൊരുക്കി മാലയാക്കുന്നു, അതൊരു സൃഷ്ടിയാണ്. ആ മാല ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ, അത് സ്ഥിതിയാണ്. ഇനി അതിനെ തച്ചുടച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ ഫാഷനൊക്കെ പോയി ഡിസൈനൊക്കെ മാറി എന്ന് പറഞ്ഞ് അതിനെ തച്ചുടച്ച് അത് മാറ്റി വേറൊരു രൂപം ഉണ്ടാക്കുന്നു. അപ്പോൾ അതവിടെ സംഹാരമാണ്. പക്ഷെ അതിൽ നമുക്ക് വളരെയധികം ദുഃഖം വരില്ല, കാരണം അത് നമ്മൾ മാറ്റിയിട്ട് വേറൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ സംഹാരം സാധാരണയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുഃഖമാണ് വരിക. നമ്മൾ ഒരു മരണവാർത്ത കേൾക്കുന്നു, നമുക്കറിയുന്ന ഒരാളാണ്, കുറച്ച് നമുക്ക് മനസ്സിൽ കുറച്ചൊരു വിഷമം തോന്നും, ചെറുതായിട്ടൊരു വിഷമം നമുക്ക് തോന്നും.
പക്ഷേ ദൂരത്ത് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മളെന്നും ചരമകോളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പേരല്ലേ, എത്രയോ പേരുടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ദൂരത്തുള്ള നമ്മളൊട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്കതിൽ വലിയ ഫീലിംഗ് ഉണ്ടാവില്ല. മരിച്ചു, ആ എത്ര വയസ്സായെന്ന് ചിലപ്പോൾ നോക്കുമായിരിക്കും. ഞാൻ ഈ ചരമക്കോളെ നോക്കാറില്ല. പക്ഷെ മരിച്ചത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിലോ, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാവുമ്പോൾ നമ്മുടെ അതിനോടുള്ള കാഴ്ചപ്പാട് മാറി. നമുക്കത് വളരെ ഒരു അത്യാഹിതമായിട്ടാണ് തോന്നുക. അപ്പോൾ മരണവാർത്ത എന്നുള്ളത് 2 ദിവസവും സംഭവിച്ചു അല്ലേ, അല്ലെങ്കിൽ രണ്ടിലും സംഭവിച്ചു. ആ വാർത്തയല്ല ഒരാളെ ദുഃഖിപ്പിക്കുന്നത്, ആ ആളോടുള്ള നമ്മൾക്കുള്ള മാനസികമായിട്ടുള്ള ബന്ധമാണ്. കാരണം ആദ്യത്തേൽ നമുക്ക് വലിയ ദുഃഖം വന്നില്ല, പക്ഷേ രണ്ടാമത്തേൽ നമുക്ക് ദുഃഖം വന്നു. അപ്പോൾ ഈ ഒരു ബ്രഹ്മജ്ഞാനിയാണ് ഇതെല്ലാം കേൾക്കുന്നതെങ്കിൽ അവർക്ക് ജ്ഞാനികൾക്ക് ഒരിക്കലും മമതാബന്ധമില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ രണ്ടും ഒരുപോലെ തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുക. ഈ 2 വാർത്തകളും ഒരേപോലെ തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുക. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് അത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള മാതിരിയാണ് അവർ ജീവിക്കുക. എന്ന് വിചാരിച്ച് അവർ പൊട്ടന്മാരെ പോലെ, അല്ലെങ്കിൽ അതെന്താ അയാൾ അങ്ങനെ ജീവിക്കുന്നേ, അങ്ങനെയില്ല. അയാൾക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. കാരണം അതിൽ നിന്നൊക്കെ മുക്തി നേടിക്കഴിഞ്ഞു. അപ്പോൾ അയാൾ നല്ല കാര്യം വന്നാൽ ജ്ഞാനി സന്തോഷിക്കില്ല എന്നല്ല, സന്തോഷിക്കും. നമ്മളെ ഒരു ലൗകികൻ്റെ പോലെ തന്നെ സന്തോഷിക്കും. പക്ഷേ ലൗകികൻ എന്താണ്, ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ ഇനിയും കിട്ടണം, ഇനിയും നല്ല കാര്യങ്ങൾ സംഭവിക്കണം. അങ്ങനെ ഒരു ചിന്താഗതി ഒരു ജ്ഞാനിക്ക് ഉണ്ടാവില്ല. എന്താണോ കിട്ടിയത് അത് കുറച്ച് നേരം സന്തോഷിക്കും. പക്ഷെ ഒരു നല്ല ഇഷ്ടമുള്ള ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് സന്തോഷിക്കാം, അല്ലെങ്കിൽ സന്തോഷിച്ചില്ല എന്ന് വരും ഒരു ജ്ഞാനി. പ്രത്യേകിച്ച് ഒരു അമിതമായ ഒരു ആഹ്ലാദ പ്രകടനമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു സന്തോഷമോ അവർക്ക് ഉണ്ടാകുന്നില്ല. ഇനി ഒരു അപ്രിയമാണ് അവിടെ സംഭവിക്കുന്നതെങ്കിലോ, പ്രിയത്തെ പോലെ തന്നെ അപ്രിയവും സംഭവിക്കാമല്ലോ. അങ്ങനെ അപ്രിയം സംഭവിച്ചാൽ അതിൽ വളരെയധികം സങ്കടപ്പെടുകയില്ല. രണ്ടും ഒരേപോലെ തന്നെ കാണും. പക്ഷെ ലൗകികൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഇതൊക്കെ നമ്മൾ രണ്ടാമത്തെ സംഖ്യായോഗത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാലും അത് വീണ്ടും അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ് ഈ പദ്യങ്ങളിലൊക്കെ പറയുന്നത്. അയാൾക്ക് ശരീരവും ഞാനും ഒന്നാണ് എന്നിട്ടുള്ള ഒരു മിഥ്യാബോധം ഉണ്ടാവില്ല. ഞാൻ ഈ കാണുന്ന ദേഹമല്ല, ഞാൻ ഭഗവാന്റെ ഒരു അംശമാണ്, ഇതെല്ലാം ഭഗവാന്റെ അംശമാണ്. അത് അവർക്ക് ജ്ഞാനികൾക്ക് നല്ലവണ്ണം അറിയാം. എന്തുകൊണ്ടാണ് അവർ അമിതമായിട്ട് ആഹ്ലാദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യാത്ത വെച്ചാൽ ഇതറിയാം, എൻ്റെ ഒന്നുമല്ല, ഇതെല്ലാം ഭഗവാന്റെയാണ്. അതുകൊണ്ട് ഒരു നല്ല നേട്ടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ അവർ മതിമറന്ന് ആഹ്ലാദിക്കില്ല. ഇനി നമുക്ക് ബന്ധപ്പെട്ടത് തന്നെ ആയാൽ പോലും നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖം വന്നു കഴിഞ്ഞാൽ അവരമിതമായിട്ട് ദുഃഖിക്കുകയില്ല. അപ്പോൾ അത് എന്ത് കാര്യത്തിലും ഉറച്ചു നിൽക്കുകയാണ്, സ്ഥിരമായിട്ടുള്ള ഒരു ബുദ്ധിയാണ്. അതിനെയാണ് സ്ഥിരബുദ്ധി അല്ലെങ്കിൽ സ്വബുദ്ധി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരേപോലെയാണ്, രണ്ടും ഒരുപോലെയാണ്. സങ്കടമായാലും സന്തോഷമായാലും ഒന്ന് തന്നെയാണ്. അതാണ് സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാഖ്യയോഗത്തിലും ഇഷ്ടം പോലെ വിവരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അനുകൂലമോ പ്രതികൂലമോ എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും തന്നെ ബ്രഹ്മനിഷ്ഠൻ്റെ സമചിത്തതയ്ക്ക് യാതൊരു ഹാനിയും വരുത്തുന്നില്ല. അഹന്തയില്ല, മമതയില്ല, മിഥ്യാഭിമാനങ്ങളില്ല. അപ്പോൾ ബ്രഹ്മതത്വം അറിയുന്ന ആൾ ബ്രഹ്മവുമായിട്ട് ഒരു തന്മയത്വം പ്രാപിക്കും. അങ്ങനെ ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു സാധകൻ കുറച്ച് സ്റ്റെപ്പായിട്ട് മെല്ലെ പടിപടിയായിട്ട് ഉയർന്ന് ജ്ഞാനിയായിട്ടില്ല ആവാനുള്ള ഒരു തയ്യാറെടുപ്പ്, അവസാനം ജ്ഞാനം നേടി ജ്ഞാനിയായി മാറുന്നു. അപ്പോൾ പ്രിയവും അപ്രിയവും രണ്ടും ഒരുപോലെയാണ്. മനസ്സിന് യാതൊരു ഇളക്കവും വരുത്തില്ല. സ്ഥിരബുദ്ധി, അസമ്മൂഢൻ, ബ്രഹ്മനിഷ്ഠനുമായിട്ട് അനുഭവിക്കുന്നു. നമ്മൾ 20 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. 21ാമത് അടുത്ത ദിവസം ചൊല്ലാം.
അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.